ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. الحمد لله الذي يصطفي من الأيام والشهور ما يشاء ويختار ويختص من الأزمنة بالفضائل ما يزيد رحمة منه وتذكرة لأولي الأبصار. وأشهد أن لا إله إلا الله وحده لا شريك له العزيز الغفار. وأشهد أن محمدا عبده ورسوله المصطفى الأخيار صلى الله عليه وعلى آله وصحبه ما تعاقب الليل والنهار. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും കൂടെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ത്യാഗോജ്വലമായ ജീവിത സ്മരണകൾ അയവിറക്കിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ പിൻപറ്റിക്കൊണ്ടും ലോക മുസ്ലിങ്ങളിൽ പല ആളുകളും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി പരിശുദ്ധ മക്കയിലേക്ക് എത്തി ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരുപാട് സഹോദരി സഹോദരന്മാരും ഹജ്ജിന് വേണ്ടി പോയിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാം കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. ആഫിയത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്ത് തിരിച്ചു കുടുംബങ്ങളിലേക്ക് എത്താനുള്ള തൗഫീഖും അല്ലാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ കർമ്മങ്ങളുമായും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതവുമായി ബന്ധമുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർക്കാത്ത ഒരു ജീവിതം പോലും മനുഷ്യനിൽ ഇല്ല എന്ന്. ഓരോ ദിവസവും നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം കമാ ബാറക്ത അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മാതൃകയായി നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഒരു പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. അതിന്റെ അർത്ഥം മറ്റു പ്രവാചകന്മാരിലൊന്നും നമ്മൾ വിശ്വസിക്കേണ്ടതില്ല, അവരെ അംഗീകരിക്കേണ്ടതില്ല, അവരെ പിൻപറ്റേണ്ടതില്ല എന്നല്ല. എല്ലാ നബിമാരുടെയും മാതൃക നമുക്കുള്ളതാണ്. ഫബിഹുദാഹു മുഖ്തദി. നബിമാരെല്ലാവരും ഹിദായത്ത് പ്രാപിച്ചവരാണ്. അവരുടെ ഹിദായത്തുകൾ നിങ്ങൾ പിൻപറ്റുകയും വേണം. ആ വിഷയത്തിൽ അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണ്
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളത്. സൂറത്തുൻ നഹലിന്റെ 123-ാമത്തെ വചനം, തും ഔഹൈനാ ഇലൈക അൻ ഇത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ. പ്രവാചകരെ, നിങ്ങൾക്ക് നാം വഹി നൽകി ഹനീഫായ ഋജുമനസ്കനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം. വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹത്തിന്റെ മില്ലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അദ്ദേഹം അല്ലാഹുവോട് മാത്രം ദുആ ചെയ്യുന്ന ആളായിരുന്നു, ശിർക്ക് ചെയ്യുന്ന ആളായിരുന്നില്ല. ആ ഇബ്രാഹിം നബിയുടെ മാതൃകയെയും മില്ലത്തിനെയും ഒരാൾ അവഗണിക്കുകയാണെങ്കിൽ അവൻ ഏറ്റവും വലിയ വിവരദോഷിയാണ് എന്നും ഖുർആൻ പറഞ്ഞു. ومن يرغب عن ملة إبراهيم إلا من سفه نفسه. സ്വന്തത്തെ വിഡ്ഢിയാക്കിയവനല്ലാതെ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ അവഗണിക്കുകയില്ല. അപ്പൊ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിൻപറ്റണം. എന്നിട്ട് അല്ലാഹ് പറയാണ്, ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ. അദ്ദേഹത്തെ ഇഹലോകത്ത് നാം തിരഞ്ഞെടുത്തു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. പരലോകത്തും അദ്ദേഹം സ്വാലിഹുകളുടെ കൂട്ടത്തിലാണുള്ളത്. അപ്പൊ അല്ലാഹു തആല പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകി, ഇഹലോകത്ത് സ്ഥാനമാനം നൽകി, പരലോകത്ത് പ്രത്യേക പദവി നൽകി. അങ്ങനെയുള്ള ഒരു പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം. ആ മില്ലത്തിനെ ഒഴിവാക്കുന്നവൻ വിവരദോഷിയാണ് എന്നും ഖുർആൻ പറയുമ്പോൾ, ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഓരോ ഘട്ടങ്ങളും പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങളിലെ മാതൃക നമുക്ക് കാണുവാൻ സാധിക്കും. അതെല്ലാം കൂടി പറയാൻ പറ്റിയ ഒരു വേദിയല്ല ഇപ്പോൾ ഇത്. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകൾ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. കഴിഞ്ഞുപോയ പ്രയാസങ്ങൾ, അതിൽ നമുക്ക് പ്രതിഫലം ലഭിക്കാൻ, വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് നീങ്ങിപ്പോകാൻ, ഇങ്ങനെ എല്ലാ നിലയ്ക്ക് നമ്മൾ പരിശോധിച്ചാലും വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന. കാരണം നമ്മളൊക്കെ ദുർബലരാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. നിങ്ങളൊക്കെ റബ്ബിലേക്ക് ഫഖീറുകളാണ്. നമ്മളൊക്കെ ദരിദ്രന്മാരെ, ഒന്നുമില്ലാത്തവരാ. നമ്മുടെ കണ്ണൊന്ന് അടച്ചു തുറക്കണമെങ്കിൽ റബ്ബിന്റെ തൗഫീഖ് വേണം. നമ്മുടെ നാവ് ചലിക്കണമെങ്കിൽ റബ്ബിന്റെ തൗഫീഖ് വേണം. ഏതൊരു അനുഗ്രഹവും ജീവിതത്തിൽ കിട്ടുന്നത് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ്. അപ്പൊ എല്ലാം റബ്ബ് തരണം, എനിക്ക് എല്ലാം റബ്ബിൽ നിന്ന് കിട്ടണം, ഞാൻ ഒന്നുമല്ലാത്തവനാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ് എന്ന ദുർബലതയുടെ ചിന്തയാണ് ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയുടെ മനസ്സായി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട പല പ്രാർത്ഥനകൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, പല വിഷയങ്ങളും നമ്മൾ ദുആ ചെയ്യാറുണ്ട്. പക്ഷെ ആ വിഷയങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ചില മാതൃകകളുണ്ട്. അത് മാത്രം ഇൻഷാ അല്ലാഹ് ഖുർആനിലെ ആയത്തുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് വൗതി കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, സ്വന്തത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അത് നമ്മൾ മറക്കരുത്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആഫിയത്ത്, നമ്മുടെ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹ് പുറത്തു തരണം, നമ്മുടെ ഖബർ ജീവിതം, നമ്മുടെ പരലോക വിജയം, നമ്മുടെ സ്വർഗപ്രവേശനം, ഇത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്. ഈ വിഷയത്തിൽ നമ്മൾ ആത്മാർത്ഥമായും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹ് നമ്മോട് പറഞ്ഞതാ, പ്രാർത്ഥിക്കൂ ഞാൻ ഉത്തരം തരാം. പക്ഷെ നമ്മുടെ കാര്യം റബ്ബിനോട് നമുക്ക് പറയാൻ നമുക്ക് എത്ര സമയം കിട്ടാറുണ്ട്? അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മൾ ചിന്തിക്കാറുണ്ട്? നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ബഖറയിലെ 128-ാമത്തെ ആയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആയത്തുകൾ നോട്ട് ചെയ്യണം, നമ്മൾ പരിശോധിക്കണം, എന്നിട്ട് ആയത്ത് നമ്മൾ പ്രാർത്ഥനയായി ഉപയോഗിക്കണം. ബഖറയിലെ 128-ാമത്തെ ആയത്ത്, റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക. അല്ലാഹുവേ, ഞങ്ങളെ നീ മുസ്ലിമാക്കി ജീവിപ്പിക്കണേ. നമ്മളൊക്കെ ഞാൻ മുസ്ലിമാണ് എന്ന ഒരു തത്വത്തിൽ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇസ്ലാമിന്റെ ആളാണ് ഞാനെന്ന് പറയുമ്പോൾ ഉണ്ടായിരിക്കേണ്ട എല്ലാ സവിശേഷതകളും എന്നിലുണ്ടോ ചിന്തിക്കാറില്ല. ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുന്ന വല്ലതും ഞാൻ ചെയ്യുന്നുണ്ടോ ചിന്തിക്കാറില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി വേണ്ടൊരു പ്രാർത്ഥനയാണ് റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക. അത് രണ്ടാളുകൾക്ക് വേണ്ടിയാണ്. അന്ന് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഉണ്ട്, അതുകൊണ്ടാണ് മുസ്ലിമൈനി എന്ന് പറഞ്ഞത്, രണ്ടാളുകൾക്ക് വേണ്ടിയിട്ടുള്ള അർത്ഥത്തിൽ. പക്ഷെ ഇബ്രാഹിം നബി ഒരു കാര്യം കൂടി പറഞ്ഞു, വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. ഞങ്ങളുടെ സന്താനങ്ങളിലും ഉമ്മത്ത് മുസ്ലിമ ഉണ്ടാകണേ അല്ലാഹ്.
നമ്മോട് അല്ലാഹ് പറഞ്ഞെന്താ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുത്. മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കണമെങ്കിൽ, മുസ്ലിമായി തന്നെ മരിക്കണമെങ്കിൽ മുസ്ലിമായി ജീവിക്കണം. കാരണം എപ്പോഴാ മരണമെന്നറിയില്ല. അപ്പൊ ജീവിതം ഇസ്ലാമിന്റേതായിരിക്കണം. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ് റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. എന്റെ സന്താനങ്ങളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും മുസ്ലിംകളായ സമുദായം ഉണ്ടാകണമേ. അതൊരു പ്രാർത്ഥന. രണ്ടാമത്തതോ വഅരിനാ മനാസികനാ, ഞങ്ങൾക്ക് ആരാധനാ കർമ്മങ്ങൾ കാണിച്ചു തരണേ. ഹജ്ജിന്റെ കർമ്മം പഠിപ്പിച്ചു തരണം, നമസ്കാര രീതികൾ പഠിപ്പിച്ചു തരണം. അത് നമ്മുടെ ആവശ്യമാണ്. പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കണം. അപ്പൊ എങ്ങനെ നിർവഹിക്കേണ്ടത് അത് നമ്മൾ അറിയണം. ഇന്ന് നമ്മളത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ആരാധനാ കർമ്മങ്ങൾ പഠിക്കുകയും വേണം. അപ്പൊ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ റബ്ബെ കടം വീട്ടണേ, റബ്ബെ രോഗം മാറ്റണേ, റബ്ബെ പെൺകുട്ടിനെ കെട്ടിക്കാണ്ട് നമ്മുടെ വിഷയങ്ങളൊക്കെ ഇത് മാത്രമാണ്. ഇനി അത് പറയണ്ട എന്നല്ല കേട്ടോ, അതൊക്കെ പറയണം. പക്ഷേ നമ്മൾ ദീനിന്റെ വിഷയം അത് പ്രത്യേകം പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം. മുസ്ലിമായി ജീവിപ്പിക്കണേ, ആരാധനകൾ കാണിച്ചു തരണേ. പിന്നെയോ വതുബ് അലൈനാ, ഞങ്ങൾക്ക് റബ്ബെ നീ തൗബ സ്വീകരിക്കണേ, ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ, ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണേ. ഇന്നക അൻത തവ്വാബുർ റഹീം. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ റബ്ബിന്റെ വിശേഷണം എടുത്തു പറയൽ അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഏത് വിഷയം നമ്മൾ പറഞ്ഞാലും അള്ളാഹുവിന്റെ വിശേഷണം എടുത്തു പറയണം. യാ റഹ്മാൻ, യാ റഹീം, യാ വദൂദ്, യാ ഗഫൂർ. അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹ്ക്കാണ് ഏറ്റവും നല്ല നാമങ്ങൾ. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം. അപ്പൊ ഈ പ്രാർത്ഥനയിൽ ആ പാഠവും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഓർമ്മ വെക്കുക, ആയത്തുകൾ നോട്ട് ചെയ്തു പോവുക. സൂറത്ത് ശുഅറയിലെ 83 മുതൽ 89 വരെയുള്ള വചനങ്ങൾ ഒരു പ്രവാചകന്റെ ജീവിതത്തിലെ പ്രാർത്ഥനയാണ്. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ എനിക്ക് നീ അറിവ് നൽകണേ. ഒരു മുസ്ലിമിന് ഏറ്റവും കൂടുതൽ വേണ്ടത്, ഏറ്റവും ആദ്യം വേണ്ടത് അറിവാണ്. അറിവില്ലാതെ ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. അറിവില്ലാതെ സൽക്കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് അറിയില്ല. ഏതൊക്കെ തിന്മകള്, ഏതൊക്കെ ഒഴിവാക്കേണ്ടത്, ഏത് കച്ചവടമാണ് ഹലാല്, ഏത് കച്ചവടമാണ് ഹറാമ്, ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? അറിവ് വേണം. അപ്പൊ ഒരു മുസ്ലിമിന് ആദ്യം വേണ്ടത് അറിവാ. അറിവിനെ നിസ്സാരമായി കാണരുത്. അറിവ് തേടി പുറപ്പെട്ടവൻ സ്വർഗത്തിലേക്കുള്ള പുറപ്പാടാണെന്ന് പ്രവാചകന് പറയാനുള്ള കാരണം അതാണ്. അത് അറിവിന്റെ മഹത്വമാണ്. അതിനുവേണ്ടിയും പ്രാർത്ഥിക്കണം. റബ്ബി ഹബ്ലി ഹുക്മാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നല്ലവരോടൊപ്പം ചേർക്കണേ. ഒരുപാട് തരം ആളുകളുണ്ട്, പലതരത്തിലുള്ള ആളുകളുണ്ട്. റബ്ബേ നീ എന്നെ ചേർക്കേണ്ടത് നല്ലവരോടൊപ്പമാണ്. അത് ജീവിതകാലത്തും അങ്ങനെ തന്നെ, മരിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചല്ലോ, തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബിയുടെ പ്രാർത്ഥനയായിരുന്നു. ഇത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാ. അടുത്തത് എന്താണ്? വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അടുത്ത കാലക്കാര് വരുമ്പോ എന്നെ കുറിച്ച് നന്മ പറയണേ. ഒരാൾ മരിച്ചു കഴിഞ്ഞാല് ഓ നാട് രക്ഷപ്പെട്ടു എന്നല്ല ആളുകൾ പറയേണ്ടത്. അദ്ദേഹം ഇന്ന ആളായിരുന്നു, അദ്ദേഹം ഇങ്ങനെയുള്ള ആളായിരുന്നു. അതെന്തിനാണെന്നറിയോ? നമ്മളെ കുറിച്ചുള്ള പുകഴ്ത്തി പറയൽ ആഗ്രഹിച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് അങ്ങനെ പറയുന്ന ആളുകളുടെ മനസ്സിൽ നമ്മോട് സ്നേഹമുണ്ട് എന്നാണ്. അപ്പൊ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആളുകളുടെ പ്രാർത്ഥന കിട്ടാൻ. കാലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ പല പണ്ഡിതന്മാരുടെയും പേര് ഇന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് റഹിമഹുമുല്ലാഹ് എന്ന് നമ്മൾ പറയുന്നത് ഒരു ലിസാനു സിദ്ഖാണ്. അവരെ കുറിച്ചുള്ള നല്ല വർത്തമാനമാണ്, അവരെ കുറിച്ചുള്ള പ്രാർത്ഥനയാണ്. അത് നമുക്ക് കിട്ടണം. അതിന് എന്ത് ചെയ്യണം? ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അതിന് ആവശ്യമായ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു വെക്കണം. അത് ഇൽമ കൊണ്ടാകാം, നമ്മുടെ കഴിവുകൾ കൊണ്ടാകാം, നമ്മുടെ സമ്പത്ത് കൊണ്ടാകാം. നമ്മൾ ചെയ്തു വെക്കുക. അപ്പൊ ഭാവിയിൽ എന്തുണ്ടാകും? നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്കൊരു പ്രാർത്ഥന കിട്ടും. വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അടുത്ത തലമുറയിൽ, പിൽക്കാലക്കാരിൽ എനിക്ക് നീ നല്ല നാവ് നൽകണേ എന്ന് പറഞ്ഞാൽ അവർ എന്നെ കുറിച്ച് നല്ലത് പറയണേ. അടുത്ത പ്രാർത്ഥന വജ്അൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം. സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗത്തിന്റെ അനന്തരാവകാശിയാക്കി മാറ്റണേ. വഗ്ഫിർ ലി അബീ,
എന്റെ വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ. ഇന്നഹു കാന മിനൽ ളാലീൻ, എന്റെ വാപ്പ പിഴച്ചവരുടെ കൂട്ടത്തിലായിരുന്നു. വലാ തുഖ്സിനി യൗമ യുബ്അതൂൻ, ഖിയാമത്ത് നാളിൽ എന്നെ നീ നിന്ദിക്കരുത് അല്ലാഹ്. ഒരുപാട് നിന്ദകളുണ്ട്. നമ്മൾ ചെയ്ത തെറ്റുകൾ ആളുകൾക്കിടയിൽ വരുമ്പോ, ആളുകൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിന്ദയാണ്, അപമാനമാണ്. പക്ഷേ അപമാനം അവസാനിക്കും, നിന്ദ അവസാനിക്കും. നാളെ പരലോകത്ത് ജനകോടികളുടെ മുമ്പിൽ തിന്മകൾ പുറത്തു വരുമ്പോ, അള്ളാഹുവിന്റെ മുമ്പിൽ പാപങ്ങൾ പുറത്തു വരുമ്പോ, അവിടെ വെച്ചുകൊണ്ടുള്ള നിന്ദതയുണ്ടല്ലോ, ഏറ്റവും വലിയ നിന്ദത. നീ പരാജയപ്പെട്ടവനാണ്, നിന്റെ ഇടതു കൈയിലാണ് കർമ്മരേഖ, നീ നരകത്തിലേക്കുള്ളവനാണ് തുടങ്ങിയ വാക്കുകൾ കേൾക്കലൊക്കെ ഏറ്റവും വലിയ നിന്ദതയാണ്. ആ നിന്ദത കേൾക്കേണ്ടി വരരുത്. വലാ തുഖ്സിനി യൗമ യുബ്അതൂൻ, ഖിയാമത്ത് നാളിൽ പുനർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം റബ്ബേ നീ എന്നെ നിന്ദിക്കരുതേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, അന്ന് മക്കൾ ഫലം ചെയ്യാത്ത ദിവസമാണ്, അന്ന് സമ്പത്ത് ഫലം ചെയ്യാത്ത ദിവസമാണ്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ കൽബോട് കൂടി വന്നവന് മാത്രമേ രക്ഷയുള്ളൂ. സലീമായ കൽബ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ കൽബ്, ശിർക്കില്ലാത്ത കൽബ്, കുഫറില്ലാത്ത കൽബ്, ബിദ്അത്തുകളുടെ ചിന്തകളില്ലാത്ത കൽബ്, അസൂയയോ ദേഷ്യമോ വെറുപ്പോ പകയോ വിദ്വേഷമോ കിബ്റോ ഒന്നുമില്ലാത്ത ഇഖ്ലാസോടുകൂടിയുള്ള കൽബ്. ആ കൽബോടുകൂടി ആര് റബ്ബിന്റെ കോടതിയിൽ വന്നോ അവന് മാത്രമേ രക്ഷയുള്ളൂ. അല്ലാതെ സമ്പത്ത് ഫലം ചെയ്യില്ല, സന്താനവും ഫലം ചെയ്യില്ല. അങ്ങനത്തെ ദിവസത്തിൽ റബ്ബെ എന്നെ നീ നിന്ദിക്കരുതേ. പരലോക ചിന്തയാണത്. ആ ചിന്ത നമുക്കും വേണം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഇത് വരണം. പിന്നെയോ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രാർത്ഥനയാണ് സൂറത്തു സ്വാഫാത്തിലെ 100-ാമത്തെ വചനം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹ് എനിക്ക് നീ സ്വാലിഹായ മക്കളെ തരണേ. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹുകളായിട്ടുള്ള മക്കളെ തരണേ. ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദമാണ് മക്കള്, ഏറ്റവും വലിയ സന്തോഷമാണ് മക്കള്. എന്നാൽ ഏറ്റവും വലിയ പരീക്ഷണം കൂടിയാണ് അവർ. ആധുനിക കാലഘട്ടം നമുക്കറിയാം, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ കൺകുളിർമയായി മക്കൾ മാറണം. ആദ്യം പറയേണ്ടത് റബ്ബിനോടാണ്. റബ്ബേ എനിക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ തരണേ. ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം. കല്യാണം കഴിഞ്ഞവരാണെങ്കിലും കഴിയാത്തവരാണെങ്കിലും, ഇനി കല്യാണം കഴിഞ്ഞ് പ്രസവം നിർത്തിയവരാണെങ്കിലും പ്രാർത്ഥിക്കണം. കാരണം എന്റെ ഉള്ള മക്കള് സ്വാലിഹീങ്ങളാകണം. പിന്നെ ബാക്കിയുള്ള കാര്യമൊക്കെ റബ്ബിന്റെ കയ്യിലാണ്. അല്ലാഹു തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, വിവേകമുള്ള ഹലീമായ മകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത നാം ഇബ്രാഹിം നബിക്ക് നൽകി. ഇതൊക്കെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകളാ. ഇനിയോ സൂറത്ത് മുംതഹിനയിലെ ഒരായത്ത്, റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബിനാ വഇലൈകൽ മസീർ. അല്ലാഹുവിലുള്ള തവക്കുലിന്റെ ചിന്തയാണ് എപ്പോഴും. റബ്ബിൽ തവക്കുൽ. വീട്ടിൽ നിന്നിറങ്ങുകയാണോ റബ്ബിൽ തവക്കുലാണ്, ഒരു ജോലിക്ക് ഇറങ്ങുകയാണോ റബ്ബിൽ തവക്കുലാണ്, വിദേശത്തേക്ക് പോവുകയാണോ റബ്ബിൽ തവക്കുലാണ്, ഒരു വാഹനം വാങ്ങുകയാണോ റബ്ബിൽ തവക്കുലാണ്. റബ്ബനാ അലൈക തവക്കൽനാ, ആ തവക്കുലാ നമുക്ക് വേണ്ടത്. വീടിന്റെ ചുമരിൽ എഴുതി വെച്ച ബദരീങ്ങളുടെ പേരിലുള്ള തവക്കുലല്ല, വീടിന്റെ മൂലയിൽ കെട്ടിത്തൂക്കിയ കുപ്പിയിലുള്ള തവക്കുലല്ല, ഏതെങ്കിലും ഭാഗത്ത് കുഴിച്ചിട്ട കോഴിമുട്ടയിലുള്ള തവക്കുലല്ല, ചെമ്പിന്റെ തകിടിലെ തവക്കുലല്ല. അത് ഇബ്രാഹിം നബിയുടെ മില്ലത്തല്ല. റബ്ബനാ അലൈക തവക്കൽനാ, റബ്ബേ നിന്നിൽ ഞങ്ങൾ ബലമേൽപ്പിച്ചിരിക്കുന്നു. വഇലൈക അനബിനാ, നിന്നിലേക്ക് ഞങ്ങൾ ഇതാ മടങ്ങുന്നു. വഇലൈകൽ മസീർ, നിന്നിലേക്കാണ് ഞങ്ങളുടെ ചെന്നെത്തിച്ചേരൽ. അപ്പൊ വന്ന തിന്മകളിൽ റബ്ബേ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ്. ഇനി ഞങ്ങൾ മരിച്ച് നിന്നിലേക്ക് വരാനുള്ളവരാണ്. ഇതൊക്കെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. പിന്നെയോ റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറൂ, റബ്ബേ കാഫിറുകൾക്ക് ഞങ്ങളെ ഒരു പരീക്ഷണമാക്കല്ലേ റബ്ബേ. നിങ്ങൾ നാട് വിട്ടുപോകണം, നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തവരാണ്, നിങ്ങളുടെ നാട് വേറെയാണ്, നിങ്ങൾ മുസ്ലിങ്ങളായി ഇവിടെ ജീവിക്കാൻ പറ്റൂല, നിങ്ങൾക്ക് ഇബാദത്ത് എടുക്കാൻ പറ്റൂല എന്നൊക്കെ നമ്മൾക്ക് കേൾക്കേണ്ടി വന്നാൽ അതൊക്കെ കാഫിറുകളെ കൊണ്ടുള്ള പരീക്ഷണങ്ങളാണ്. അങ്ങനത്തെ പരീക്ഷണം ഒരിക്കലും റബ്ബേ ഞങ്ങൾക്ക് വരരുതേ. വഗ്ഫിർ ലനാ റബ്ബനാ, റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ പ്രതാപവാനാണ്, എല്ലാം അറിയുന്ന യുക്തിമാനാണ്. എത്ര നല്ല പ്രാർത്ഥനയെ പഠിക്കണം നമ്മൾ. സൂറത്തുൽ മുംതഹിനയിലെ 4-5 ആയത്തുകളാണ്. എല്ലാം കയ്യിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ വേറെ ഒരു പ്രാർത്ഥന ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സൂറത്തുൽ ഇബ്രാഹിമിലെ 40-ാമത്തെ ആയത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്, റബ്ബേ എന്നെ നീ നമസ്കരിക്കുന്നവനാക്കണേ.
നമ്മളൊക്കെ നമസ്കരിക്കാറുണ്ട്, നിസ്കാര ശേഷം ദുആ ചെയ്യാറുണ്ട്. പക്ഷേ നമസ്കാരം വിട്ടുപോകാത്ത, ജമാഅത്തുകൾ നഷ്ടപ്പെടാത്ത, കഴിവിന്റെ പരമാവധി ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ കഴിയുന്ന, കൃത്യമായി ഓരോ വക്തുകളിലും നമസ്കരിക്കുന്ന, സുന്നത്തുകൾ നമസ്കരിക്കുന്ന, ദുആ നമസ്കരിക്കുന്ന, രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ഏത് നമസ്കാരമാകട്ടെ, റബ്ബനാ അല്ലാഹുവേ ഞങ്ങളെ നീ റബ്ബിജ്അൽനി മുഖീമസ്സലാത്ത് നമസ്കാരം നിർവഹിക്കുന്നവരാക്കണേ. ഞങ്ങളെ മാത്രമല്ല വമിൻ ദുർരിയത്തി ഞങ്ങളുടെ മക്കളിലും. സഹോദരങ്ങളെ, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകളെ ശ്രദ്ധിച്ചോ? ആ പ്രാർത്ഥനയിൽ പലതിലും സ്വന്തം കാര്യം പറഞ്ഞു നിർത്തല്ല, എന്റെ മക്കളും. അത് ആ മക്കളോടുള്ള സ്നേഹം കൂടിയാണ്. അത് നമുക്ക് വലിയൊരു മാതൃകയാണ്. റബ്ബേ എന്റെ അസുഖം മാറ്റണേ, എന്റെ മക്കൾക്കും അസുഖം മാറ്റി കൊടുക്കണേ. റബ്ബേ എനിക്ക് ഇൽമു തരണേ, എന്റെ മക്കൾക്കും നീ ഇൽമു കൊടുക്കണേ. റബ്ബേ എന്നെ നീ നല്ലവനാക്കണേ, എന്റെ മക്കളെയും നല്ലവനാക്കണേ. അല്ലെങ്കിൽ നമുക്കറിയാലോ എത്ര വാപ്പമാരുടെ മക്കളെ കൊണ്ട് കഷ്ടപ്പെട്ട് കിടക്കുന്നവര് അല്ലെ? അത് റബ്ബിന്റെ കയ്യിലുള്ള വലിയൊരു തൗഫീഖും ഹിദായത്തും നിഅമത്തുമാണ്. അപ്പൊ നമ്മുടെ ഏത് നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ നമ്മുടെ മക്കളുടെ കാര്യത്തിലും പ്രാർത്ഥിക്കുക. ഇതാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. റബ്ബിജ്അൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയത്തി, റബ്ബേ എന്നെയും എന്റെ മക്കളെയും നമസ്കരിക്കുന്നവരാക്കണേ. റബ്ബനാ വതഖബ്ബൽ ദുആ, റബ്ബേ ഞാൻ ദുആ ചെയ്യുകയാണ്, എന്റെ ദുആ നീ സ്വീകരിക്കുകയും ചെയ്യണേ. ദുആ കുറേ ചെയ്താലും അത് റബ്ബ് സ്വീകരിക്കണമല്ലോ, അതിനും പ്രാർത്ഥിക്കണം. ദുആ സ്വീകരിക്കണേ റബ്ബേ. സൂറത്ത് ഇബ്രാഹിമിലെ 40-ാമത്തെ ആയത്താണ്. ഇനി സൂറത്തുൽ ബഖറയിലെ സൂറത്ത് ഇബ്രാഹിമിലെ 35-ാമത്തെ ആയത്ത്, അദ്ദേഹത്തിന് മറ്റൊരു പ്രാർത്ഥന, വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും, കണ്ടോ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷിക്കണേ. തൗഹീദ് ഇല്ലാത്തൊരു ജീവിതം എനിക്കും മക്കൾക്കും വരരുത്. എന്നെയും എന്റെ മക്കളെയും ശിർക്കിൽ രക്ഷപ്പെടുത്തണേ. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാ. ഏത് കാലത്താ കണ്ടം ചാടുക എന്ന് പറയാൻ പറ്റൂല, ഏത് കാലത്താ തൗഹീദ് വിട്ട് ശിർക്കിലേക്ക് പോകുക എന്ന് പറയാൻ പറ്റൂല. റബ്ബിന്റെ കയ്യിലാണ് ഹൃദയം. ഇന്ന ഖുലൂബ ബനി ആദമ ബൈന ഇസ്ബഅൈനി മിൻ അസ്വാബിർ റഹ്മാൻ, അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് മനുഷ്യന്റെ ഹൃദയം. യുഖല്ലിബുഹാ കൈഫ യശാ, അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടും കൊണ്ടിരിക്കും. എപ്പോഴാ എങ്ങട്ടാ പറയാന്ന് പറയാൻ പറ്റൂല. അതോടെ എപ്പോഴും പ്രാർത്ഥിക്കണം, റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, ഹൃദയത്തെ നീ അങ്ങോട്ട് തിരിച്ചു കളയരുതേ, അതിനെ നീ ഉറപ്പിച്ചു നിർത്തണ ഹിദായത്തിൽ. അപ്പൊ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ, ഇപ്പൊ നമ്മൾ തൗഹീദിലാണ്, സന്തോഷത്തിലാണ്. പക്ഷെ ഞാനോ എന്റെ സന്താനങ്ങളോ ശിർക്കിലേക്ക് പോകരുത്, അത് നരകത്തിലേക്കുള്ള പോക്കാണ്. അതുകൊണ്ട് വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്നും രക്ഷിക്കണേ. അടുത്ത പ്രാർത്ഥന മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്. ഇബ്രാഹിം നബിയുടെ ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ മാതാപിതാക്കൾക്ക് വേണ്ടി കാണാം. പക്ഷെ അതിലൊരു കാര്യം പ്രത്യേകം പഠിക്കണം. മാതാപിതാക്കൾ ശിർക്കിലോ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലില്ലാത്ത മുശ്രിക്കുകളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന് പുറത്ത് അവർ കാഫിറുകളാണ് എങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. എന്നാൽ അവർക്ക് ഹിദായത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഉണ്ടാവും പല കുടുംബങ്ങളിലും. വാപ്പ മുസ്ലിം അല്ല, വാപ്പി ഉമ്മി മുസ്ലിം അല്ല, മകൻ പിന്നീട് മുസ്ലിമായി, അങ്ങനത്തെ കുടുംബങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടേക്ക് വരുമ്പോ ആ വാപ്പാക്ക് പുറത്തു കൊടുക്കൂടെ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, റബ്ബന ഗഫിർലി വലിവാലിദയ്യ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും പുറത്തു കൊടുക്കണേ. അത് അദ്ദേഹം നടത്തിയ പ്രാർത്ഥന ഖുർആൻ എടുത്തു പറയാം. പക്ഷെ അല്ലാഹ് പിന്നെ ഒരു കാര്യം പഠിപ്പിച്ചു. സൂറത്ത് തൗബയിലെ 113-ാമത്തെ ആയത്ത്, മാ കാന ലിന്നബി, ഒരു നബിക്കും പാടില്ല, വല്ലദീന ആമനു, വിശ്വാസികൾക്കും പാടില്ല. എന്ത് പാടില്ല? അയ്യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ, മുശ്രിക്കുകളായ കാഫിറുകളായ ആളുകൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ പാടില്ല. വലൗ കാനൂ ഉലീ ഖുർബ, അവർ എത്ര അടുത്തവരാണെങ്കിലും ശരി, വാപ്പയാണെങ്കിലും ശരി, ഉമ്മയാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ശരി, അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. എന്നാ ഹിദായത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം, നേർവഴി കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റു പ്രാർത്ഥന പറ്റൂല. അവർ നരകക്കാരാണെന്ന് വ്യക്തമായാൽ, കാഫിർ നരകത്തിലാണെന്ന് വ്യക്തമാണ്, ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ സ്വാഭാവികമായ സംശയം വരും, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചില്ലേ? അതെന്താ? അത് അല്ലാഹ് പറയാണ്, വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹീമ ലിഅബീഹി, എന്നാൽ ഇബ്രാഹിം നബി തന്റെ വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എന്തിനാ? ഇല്ലാ അമ്മൗഇദതൻ വഅദഹാ ഇയ്യാ, ഇബ്രാഹിം നബി വാപ്പാക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ. പണ്ട് വീട്ടിൽ നിന്ന് ഇബ്രാഹിം നബിയെ വാപ്പ പുറത്താക്കിയ സന്ദർഭത്തിൽ വാപ്പാട് പറയണ്ടായി, വാപ്പാ ഞാൻ പോവുകയാണ്, എനിക്ക് റബ്ബിന്റെ സഹായമുണ്ടാകും, പക്ഷേ സഅസ്തഗ്ഫിറു ലക റബ്ബി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്യും. അത് കൊടുത്തൊരു വാക്കുണ്ട്. ആ വാക്ക് കരാറ് പാലിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി എന്ത് ചെയ്തു? വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഫലമ്മാ തബയ്യന ലഹു, എന്നാൽ ഇബ്രാഹിം നബിക്ക് ബോധ്യപ്പെട്ടപ്പോൾ അന്നഹു അദുവ്വുൻ ലില്ലാഹ്, എന്റെ വാപ്പ അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് ബോധ്യപ്പെട്ടപ്പോ തബറഅ മിൻഹു, വാപ്പയിൽ നിന്ന് ഇബ്രാഹിം നബി ഒഴിവായി. ഞാനും വാപ്പയും ബന്ധമില്ല എന്ന് പറഞ്ഞു. ഏത് ബന്ധം? രക്തബന്ധമില്ല എന്നല്ല, ആദർശ ബന്ധമില്ല. ഇന്ന ഇബ്രാഹിമ ലഅവ്വാഹുൻ ഹലീം, അത്രയ്ക്ക് വിവേകമുള്ള ഇൽമുള്ള വിവേകപൂർണനായ ആളായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോ ഇബ്രാഹിം നബി വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൽ വേറെ ചില തത്വങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, അടുത്ത തലമുറയെ കുറിച്ചുള്ള ചിന്ത. നമ്മൾ നന്നായി, നമ്മളിങ്ങനെ പള്ളിയും മദ്രസയും സ്ഥാപനമൊക്കെ ആയി, ഇനി നമ്മളെ കാര്യം മാത്രം അല്ല. റബ്ബേ, അടുത്ത തലമുറയിൽ പള്ളി നിലനിൽക്കണേ, തൗഹീദ് പറയാൻ, സുന്നത്ത് പറയാൻ, നന്മ പറയാൻ ഈ സ്ഥാപനം നിലനിൽക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നിന്റെ മാർഗത്തിൽ ദീന് പറയുന്ന മക്കളാക്കി തരണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാവി തലമുറ, അടുത്ത തലമുറ അവർക്കൊക്കെ പ്രാർത്ഥിക്കണമെന്ന ആരുടെ പ്രാർത്ഥനയാ? ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന. റബ്ബനാ വബ്അത്ത് ഫീഹിം റസൂലൻ മിൻഹും, റബ്ബേ ഇവരിലേക്ക് ഒരു പ്രവാചകനെ അയക്കണേ, ഇവരിൽ നിന്ന് യത്ലു അലൈഹിം ആയാതിക, നിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുന്ന പ്രവാചകനെ നിയോഗിക്കണേ. വയുഅല്ലിമുഹുൽ കിതാബ്, അവരെ വേദഗ്രന്ഥം പഠിപ്പിക്കുന്ന പ്രവാചകനെ നിയോഗിക്കണേ. വൽ ഹിക്മ, ഹിക്മത്ത് പഠിപ്പിക്കുന്ന പ്രവാചകനെ അയക്കണേ. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന പ്രവാചകനെ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. കുറെ കാലം കഴിഞ്ഞിട്ട് മക്കത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി വന്നപ്പോൾ അല്ലാഹു പറഞ്ഞത് എന്താ? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. നോക്കി നിങ്ങൾ, എന്തൊക്കെ ഗുണങ്ങളുള്ള നബി വേണമെന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചോ, അതേ ഗുണങ്ങളോട് കൂടി അല്ലാഹു ഒരു നബിയെ കൊടുത്തു. പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും എന്നുള്ളതിന്റെ ഒരു അടയാളമാണത്. അല്ലാഹു തആല നിങ്ങൾ പറഞ്ഞല്ലോ പ്രാർത്ഥിക്ക് ഉത്തരം തരാൻ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എന്താ? യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഹിക്മത്ത് പഠിക്കണം, അത് പഠിപ്പിക്കണം, അവരെ സംസ്കരിക്കണം. ഹിക്മത്ത് പറഞ്ഞാൽ യുക്തിയും അറിവും കാര്യങ്ങളൊക്കെ. വേദഗ്രന്ഥം പഠിപ്പിക്കണം. അങ്ങനത്തെ നബിയെ നിയോഗിക്കണേ. അല്ലാഹ് പറയാണ്, അല്ലാഹ് നിയോഗിച്ച ഒരു പ്രവാചകനെ. ആ നബി ആരാണ്? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്ത് ഓതി കൊടുക്കുന്നു. വയുസക്കീഹിം, സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും ഹിക്മത്തും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അടുത്ത തലമുറക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ എന്നും പ്രാർത്ഥിക്കണം. നമ്മോടുകൂടി തീരാൻ പാടില്ല. ഇനി നമ്മുടെ ശേഷമുള്ള മക്കളും ഇസ്ലാമികമായി സുഖമായി ജീവിക്കാനുള്ള ആദർശ ധീരതയോടെ മുന്നോട്ട് നീങ്ങാനുള്ള പ്രാർത്ഥന നമ്മൾ നടത്തണം. അത് പരലോകത്തിന്റെ കാര്യമാണ്. ദുനിയാവ് അങ്ങനെ തന്നെയാണ്. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, വർസുഖുഹും മിനസ് സമറാത്ത്, റബ്ബേ അവർക്ക് നീ ഫലവർഗ്ഗങ്ങൾ നൽകണേ. തന്റെ മക്കളെ കുറിച്ചിട്ട് പറയാൻ, അപ്പൊ എന്റെ മക്കൾക്ക് ഉപജീവനം കൊടുക്കണം, എന്റെ ദുരിതത്തിന്, എന്റെ സന്താനങ്ങൾക്ക് ഉപജീവനം കൊടുക്കണം. ഇങ്ങനെ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നമ്മൾ കടന്നുപോയാൽ സഹോദരങ്ങളെ, ഒരുപാട് പ്രാർത്ഥനകൾ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ നാടിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതൊക്കെ നമ്മുടെ ഇതിൽ വരേണ്ട കാര്യമാണ്. നമുക്ക് മുസ്ലിമായി ജീവിക്കണം, നമുക്ക് നിർഭയത്വത്തോടു കൂടി ജീവിക്കണം, സമാധാനത്തോടു കൂടി ജീവിക്കണം. അത് ഒരു ഇങ്ങനെ മുട്ടിച്ചുരുക്കൽ കൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന ഒന്നല്ല. അല്ലാഹ് തരണം, അള്ളാന്റെ നിഅമത്ത് വേണം, അള്ളാന്റെ സഹായം വേണം. ആ അള്ളാന്റെ സഹായം ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ഇൻ തൻസുറുല്ലാഹ യൻസുറുകും വയുസബ്ബിത് അഖ്ദാമകും, അള്ളാഹനെ നിങ്ങൾ സഹായിച്ചാൽ അല്ലാഹ് നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ കാലുകളെ ഉറപ്പിച്ചു നിർത്തും. ഒരാൾക്കും നിങ്ങളെ തൊടാൻ കഴിയില്ല. പക്ഷെ അള്ളാഹനെ സഹായിക്കണം. അള്ളാഹ്ക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ടായിട്ടല്ല. അള്ളാഹനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് പറഞ്ഞത് നമ്മൾ ചെയ്യുക. ഒന്ന്, റബ്ബിനോട് സഹായം തേടുക. എനിക്ക് റബ്ബ് തരണം എന്നുള്ള ദുർബലത മനുഷ്യന് വരണം. ആ റബ്ബ് പറഞ്ഞ ഇബാദത്തുകൾ നിർവഹിക്കുക. നിങ്ങൾ ക്ഷമിച്ചാൽ, തഖ്വ കാണിച്ചാൽ അവരുടെ കുതന്ത്രങ്ങൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ക്ഷമയില്ല, തഖ്വയില്ല. അപ്പൊ അവരുടെ കുതന്ത്രങ്ങൾ വിജയിക്കുന്നു. അവരുടെ കുതന്ത്രങ്ങൾ നമ്മൾ ഒരു ദോഷവും ചെയ്യൂല. എപ്പോ? തഖ്വയും ക്ഷമയും ഉണ്ടെങ്കിൽ. അപ്പൊ അതൊക്കെയാണ് അള്ളാഹനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. ഏതായാലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നാടിന് വേണ്ടി പ്രാർത്ഥിക്കുക. നാട്ടിൽ സമാധാനം വേണം. സമാധാനം എന്തിനാ സമാധാനം എന്നറിയോ? ദുനിയാവിന്റെ ഗുണത്തിന് വേണ്ടി മാത്രമല്ല, നിർഭയത്വവും സമാധാനവും ഉണ്ടെങ്കിലേ മുസ്ലിമായി ജീവിക്കാൻ പറ്റും.
പള്ളിയിലേക്ക് വരണം. സമാധാനം നാട്ടിൽ വേണ്ടേ? നാട്ടിൽ വെടിവെപ്പും ഒച്ചപ്പാടും ബഹളവും പിന്നെ അതേപോലെ മറ്റു കാര്യങ്ങളും കർഫ്യൂം കൂട്ടും ഒക്കെ ആണെങ്കിൽ പള്ളി പോകാൻ പറ്റുമോ? ഇല്ല. ജുമ നടത്താൻ പറ്റുമോ? ഇല്ല. ദഅവത്ത് നടക്കുമോ? ഇല്ല. ഇതൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം? നാട്ടിൽ നിർഭയത്വം വേണം, സമാധാനം വേണം. വൈദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. റബ്ബേ, ഈ നാടിനെ പേടിയില്ലാത്ത നിർഭയത്തെ രാജ്യമാക്കി മാറ്റണേ. വജ്നുബ്നി വബനി അൻ അഅബ്ദുൽ അസ്നാം. എന്നെയും മക്കളെയും വിഗ്രഹാരാധനയിലും രക്ഷപ്പെടുത്തണേ. സൂറത്ത് ഇബ്രാഹിം 35-ാമത്തെ. നമ്മൾ പ്രാർത്ഥിക്കുക റബ്ബിന് നാട്ടിൽ സമാധാനം ഉണ്ടാകാൻ. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുത്തു. അവലം നുമക്കിൽ ലഹും ഹറമൻ ആമിന. നിർഭയത്വ സ്ഥലമായ ഹറമിനെ നിങ്ങൾക്ക് നാം തന്നില്ലേ? പ്രാർത്ഥന അപ്പുറത്ത് ഉത്തരം. പിന്നെയോ വയുജുബാ ഇലൈഹി സമറാത്തു കുല്ലി ഷൈഇൻ റിസ്ഖം മിൻ ലദുന്നാ. നമ്മുടെ ഭാഗത്ത് നിന്ന് റിസ്ക് നിങ്ങൾക്ക് എല്ലായിടത്തും വരുന്നില്ലേ? അന്നത്തെ പ്രാർത്ഥന എന്താ? റിസ്ക് കൊടുക്കണേ. അല്ലാഹു പറയാ ഇപ്പൊ റിസ്ക് വരുന്നില്ലേ? മക്കത്ത് ചെല്ലുക, മദീനത്ത് പോവുക, ലോകത്ത് എവിടെ കിട്ടാത്തത് കിട്ടും. കാരണം മക്കത്തേക്ക് എല്ലായിടത്തും വരികയാണ്, എല്ലാ ലോക രാജ്യത്തും വരികയാണ്. അല്ലാഹു പറയാണ് യുജ്ബാ ഇലൈഹി സമറാത്തു കുല്ലി ഷൈഇൻ റിസ്ഖം മിൻ ലദുന്നാ. നമ്മൾ കൊടുക്കുന്ന റിസ്ഖാണത്. എല്ലാ റിസ്ഖും അവിടെ വരുന്നുണ്ട്. എല്ലാ നാടിന്റെ സംസ്കാരങ്ങളും ആ നാട്ടിലെ ഭക്ഷണങ്ങളും പഴങ്ങളും പലവർഗ്ഗങ്ങളും ഒക്കെ മക്കത്തും മദീനത്തും പോയാൽ കിട്ടും. അത് വേറെ നാട്ടിൽ പോയാൽ ചിലപ്പോൾ കിട്ടൂല. അപ്പൊ അല്ലാഹ് നാടിന് നിർഭയത്വ രാജ്യമാക്കി. വഹാദൽ ബലദുൽ അമീൻ. ഖുർആൻ പറഞ്ഞില്ലേ ഈ നിർഭയത്വ രാജ്യം. അപ്പോ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ പ്രാർത്ഥനകൾ ഈ രൂപത്തിലായിരിക്കും. അതോടൊപ്പം നമ്മൾ എന്ത് സൽക്കർമ്മം ചെയ്താലും പ്രാർത്ഥിക്കുക. ഇബ്രാഹിം നബിന്റെ അവസാനത്തെ ദുആ കൂടി അതാണ്. കാബ ഉണ്ടാക്കാൻ പറഞ്ഞു, അല്ലാഹ് കാബ ഉണ്ടാക്കി. എന്നിട്ട് പ്രാർത്ഥിച്ചു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. നമ്മൾ ഉളുഹിയത്ത് ഇറക്കുകയാണ്, പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞാൽ റബ്ബനാ തഖബ്ബൽ മിന്നാ. ജുമാ നിസ്കരിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം റബ്ബനാ തഖബ്ബൽ മിന്നാ. മഹാനായ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഇബ്രാഹിം നബി ആ കർമ്മ അല്ലാഹ് എന്തായാലും സ്വീകരിക്കുന്ന ഉറപ്പാണ്. എന്തേ കാരണം? കാബയാണ് ഉണ്ടാക്കിയത്, ഏറ്റവും നല്ല ഭവനം. രണ്ടാമത്തേത് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്, അല്ലാഹ് പറഞ്ഞിട്ടുണ്ടാക്കിയത്. മൂന്നാമത്തേത് ഒരു നബിയാണ് ഉണ്ടാക്കിയത്. ഈ 3 ഘടകങ്ങളുണ്ട്. കാബ ഉണ്ടാക്കി, അല്ലാഹ് പറഞ്ഞിട്ടുണ്ടാക്കി, ഉണ്ടാക്കിയത് പ്രവാചകൻ. ഈ 3 ഘടകങ്ങളും ഉണ്ടായിട്ടും ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു എങ്കിൽ നമ്മളൊക്കെ എത്രത്തോളം കർമ്മം സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഈ ആയത്ത് ഒരു സ്ഥലത്ത് ശറഹ് ചെയ്യുന്നിടത്ത് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് എഴുതിയതായി ഞാൻ ഓർക്കുന്നു. അപ്പൊ ഏതായാലും നമ്മുടെ പ്രാർത്ഥനകൾ വേണം. പ്രാർത്ഥനകളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله. أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിന്റെ അർത്ഥം വായിച്ച് കേൾപ്പിക്കുകയാണ്. അൻ സഹീൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഖാൽ. സഹീൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഅ ജിബ്രീലു അലൈഹിസ്സലാം ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നു. എന്നിട്ട് ഫഖാല, ജിബ്രീൽ പറയാണ്, യാ മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് പറയാണ്, യാ മുഹമ്മദ് ഇസ് മാ ശിഅത, നീ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോ. നന്മയും ചെയ്ത് ജീവിക്കാം, തിന്മയും ചെയ്ത് ജീവിക്കാം, ഹറാമും ഹലാലും വേർതിരിച്ച് ജീവിക്കാം. നല്ല വേർതിരിക്കാണ്ട് വേണോ അങ്ങനെ എങ്ങനെ നീ ജീവിച്ചാലും ഫഇന്നക മയ്യിതുൻ, നീ മരിക്കും. അപ്പൊ ആ വാക്കിന് മനസ്സിലായി നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാലും വിഷയം ബോധ്യപ്പെട്ടല്ലോ. നീ നമ്മുടെ പലരും എനിക്ക് തോന്നിയ പോലെ ഞാൻ ചിന്തിക്കുകയാണ്. അവൻ പറയാണ് എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും. ജിബ്രീൽ നബിയോട് പറയാം, എങ്ങനെ വേണമെങ്കിൽ ജീവിച്ച ഒരു കുഴപ്പമില്ല, നീ എങ്ങനെ ജീവിച്ചാലും ഇന്നക മയ്യിത്തുൻ, നീ മരിക്കാനുള്ളവനാണ്. ഖുർആൻ പറഞ്ഞില്ല ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ, നബി നിങ്ങളും മരിക്കും അവരും മരിക്കും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. ആ ഓർമ്മ ഉണ്ടായിരിക്കും. ഈ ഉപദേശത്തിന് പഠിക്കേണ്ട പാഠം അതാണ്. നമ്മൾ എപ്പോഴും മരിക്കും 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 എന്ന ബോധത്തോടെ കൂടി ചെയ്യാം. കുറച്ച് ഖുർആൻ ഓതാൻ തോന്നി, അത് നാളെ ഓതാം, അങ്ങനെയല്ല, ഇപ്പൊ തന്നെ ഓതാം. കാരണം മരിക്കും.
ലുഹാൻസ്കാരം അത് നാളെ നോക്കാം, അല്ല ഇപ്പൊ ഇന്ന് മരിക്കും, പിന്നെ നാളെ ഇല്ല, അതുകൊണ്ട് ഇന്നക മയ്യിത്തുൻ, ആ ചിന്തയോട് കൂടി ജീവിക്കാം. രണ്ടാമത്തെ ഉപദേശം. പിന്നെ പറയാം വഹബിബ് മൻ ശിഅത, നീ ആരെ വേണമെങ്കിൽ സ്നേഹിച്ചോ. അല്ലേ, പലതരം സ്നേഹങ്ങളാണ്. ഒരാൾക്ക് 10ാം നമ്പറാണ്, പിന്നെ ആ പേരാണ് എപ്പോഴും ഇഷ്ടം. ചിലർക്ക് 7ാം നമ്പറാണ്, ചിലർക്ക് 1ാം നമ്പറാണ്. അല്ലെ, സ്പോർട്സ് വരുമ്പോ പലതും വരുമ്പോ അതൊക്കെ ഒരു ഇഷ്ടങ്ങളാ. ഒരു വിശ്വാസിന്റെ ഇഷ്ടം അതാകാൻ പാടില്ല. ഇപ്പൊ വേറെ ചില ഇഷ്ടങ്ങളാ, സ്റ്റേജുകളിൽ ഇങ്ങനെ ആടിത്തിമർക്കുന്ന ചിലർ കുപ്പായടാന്റെ ബനിയം മാത്രം ഇട്ടിട്ട്, വേറെ ചില കൂട്ടിട്ടിട്ട്, അപ്പൊ അതിന്റെയൊക്കെ ആളുകളാ പലവരും. അതിനു വേണ്ടി പിറകെ ഓടി നടക്കുന്ന ആളുകള് ഫാൻസ് എന്നാണല്ലോ പറയാ. സഹോദരങ്ങളെ, ജിബ്രീൽ പറയാൻ നബിയോട്, നീ ആരെന്നുവാണെങ്കിൽ സ്നേഹിച്ചോ, ഫഇന്നക മുഫാരിഖുഹു, അവൻ നിന്റെ കൂടെ ഉണ്ടാവൂല. ഖബറിൽ മൻ റബ്ബുക എന്ന ചോദ്യം വരുമ്പോ വേടനുമില്ല, ദബ്സിയുമില്ല, മെസ്സിയുമില്ല, ആരും ഉണ്ടാവൂല. അവിടെ ഒറ്റക്കായിരിക്കും. പരലോകത്ത് നമ്മുടെ കർമ്മരേഖ കയ്യിൽ വരുമ്പോ ഈ പറഞ്ഞ ആളുകൾ ആരും ഉണ്ടാവൂല. ജിബ്രീലോടാ പറയുന്നത്, വഹബിബ് മൻ ശിഅത, നീ ആരെ വേണമെങ്കിൽ സ്നേഹിച്ചോ, ഫഇന്നക മുഫാരിഖുഹു, അവർ വേർപിരിയേണ്ടി വരും. പക്ഷെ നിനക്ക് വേർപിരിയാത്ത രൂപത്തിൽ നിനക്ക് കൂടെ ഉണ്ടാകുന്ന ചില ആളുകളുണ്ട്. ഇല്ലൽ മുത്തഖൂൻ അൽ അഖില്ലാഉ ബഅദുഹും, ഖുർആൻ പറഞ്ഞു കൂട്ടുകാരൊക്കെ ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖൂൻ, തഖ്വയുള്ളവർ ഒഴികെ. അപ്പൊ തഖ്വയുള്ളവരെ സ്നേഹിക്കും, അവരുമായി കൂട്ടുകൂട്, അതിൽ മനസ്സിൽ സന്തോഷം കാണും. അതാണ് പറഞ്ഞ ഉദ്ദേശം. നാലാമത് പറയാ ജിബ്രീൽ നബിയോട്, വഅമൽ മാ ശിഅത, നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഫഇന്നക മുജ്സിൻ ബി, അതിന് നിനക്ക് പ്രതിഫലം നൽകപ്പെടും. എന്ത് ചെയ്താലും അതവിടെ പരലോകത്ത് കാണും. അമൽ മിസ്കാല ദർറത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കാണും. ഖൈറാകട്ടെ ഷർറാകട്ടെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ആയുസ്സിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന അത്ര നന്മകൾ ചെയ്യാം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് ഈ ബഖറയിൽ 281 ഏറ്റവും അവസാനത്തെ ആയത്ത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, റബ്ബിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തിൽ നിങ്ങൾ ഭയപ്പെടുക. തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, അന്ന് മനുഷ്യൻ ചെയ്ത എല്ലാറ്റിന്റെയും ഫലം നൽകപ്പെടും. വഹും ലാ യുദ്ലമൂൻ, അക്രമമില്ല എന്ന് പറഞ്ഞാൽ ചെയ്തതിന്റെ കൂലി കിട്ടാതിരിക്കൂല, ചെയ്യാത്ത തെറ്റിന്റെ പേര് ശിക്ഷിക്കപ്പെടൂല, അതാണ് ആക്രമിക്കപ്പെടൂല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ ബോധത്തോടു കൂടി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അതൊരു ഇബാദത്താണ്. അതുകൊണ്ട് ആ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകളൊക്കെ പാലിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കഴിക്കാതെയാണ് വലിയ പെരുന്നാളിന് ഇറങ്ങിയിരുന്നതെന്നാണ്. ചെറിയ പെരുന്നാളിന് എന്തെങ്കിലും കഴിച്ചിട്ടിറങ്ങും, വലിയ പെരുന്നാളാണെങ്കിൽ കാര്യമായിട്ടൊന്നും കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത്. കാരണം വേഗത്തിൽ നമസ്കരിച്ച് വേഗത്തിൽ ഖുതുബ കഴിഞ്ഞ് പിന്നെ ഉദ്ഹിയത്ത് ഉണ്ട്, അതുകൂടി കഴിഞ്ഞിട്ട് അതിന്റെ മാംസം കൊണ്ട് നബി ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പൊ അതാണ് അതിന് ശരിയായ രീതി. നമ്മളെ നാട്ടിലൊക്കെ അപ്പൊ അത് ഭക്ഷണം അത് കിട്ടിയാവുമ്പോഴേക്കും ചിലപ്പോ 2 മണി 3 മണിയൊക്കെ ആവും. അപ്പോ എന്നാലും ഒന്നും കഴിക്കാതെ പോകുന്ന ഒരു സുന്നത്തുണ്ട്. അത് ചെറിയ പെരുന്നാളാണെങ്കിൽ എന്തെങ്കിലും കഴിച്ചു പോകുക എന്നുള്ളതാണ്. പിന്നെ പോകുവാനൊരു വഴി, വരാൻ മറ്റൊരു വഴി സ്വീകരിക്കുക. ഒന്ന് വഴി മാറിപ്പോകുക. അത് എന്തിന് എന്നുള്ളതിന് 10-15ഓളം കാരണങ്ങൾ പണ്ഡിതന്മാര് ആ ഹദീസിന്റെ ശറഹിൽ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം കൂടി വിശദീകരിക്കാൻ പറ്റിയ സമയമല്ല. അപ്പൊ ഏതായാലും ആ സ്ഥലം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക, പോകുമ്പോഴും വരുമ്പോഴും. അതുപോലെ തന്നെ തക്ബീറുകൾ വർദ്ധിപ്പിക്കാം. ഇന്നലെ അറഫ, നമ്മുടെ ദുൽഹജ്ജ് 9 ഇന്നാണ്. ആ ദുൽഹജ്ജ് 9 രാവിലെ മുതൽ സുബൈ മുതൽ ഇനി അയ്യാമു തശ്രീഖിന്റെ അവസാനം വരെ ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷം തക്ബീറുകൾ എന്ത് ചെയ്യണം, ചൊല്ലിക്കൊണ്ടിരിക്കണം. അതിനാണ് മുഖയ്യദായ തക്ബീർ എന്ന് പറയാം. പിന്നെ പൊതുവായ തക്ബീറിന് എപ്പോഴും ചൊല്ലാം. എന്നാൽ അറഫാ ദിനം മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാന ദിവസം വരെ ഓരോ നമസ്കാര ശേഷവും തക്ബീറുകൾ ചൊല്ലണം. അതിങ്ങനെ ഒരാൾ ചൊല്ലിക്കൊടുക്കുക, മറ്റൊരു ചൊല്ലുക, അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പള്ളിയിൽ പറഞ്ഞ ദിക്ർ ചൊല്ലുന്നില്ലേ? ആരെങ്കിലും ചൊല്ലി തന്നിട്ടാ? പള്ളിയിൽ വന്നിരുന്ന ഖുർആൻ ഓതുന്നു, ഒരാൾ ഓതി തന്നിട്ടാ? ഇല്ലല്ലോ. നമ്മൾ പള്ളിയിൽ വന്ന സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം, ഒരാൾ ചൊല്ലി തന്നിട്ടാ? അല്ല. നമ്മൾ സ്വയം ഇരുന്ന് സ്വലാത്ത് ചൊല്ലുന്നു, സ്വയം ഇരുന്ന് ഖുർആൻ ഓതുന്നു, സ്വയം ഇരുന്ന് ദിക്ർ ചൊല്ലുന്നു, സ്വയം പ്രാർത്ഥിക്കുന്നു, എന്നുപോലെ തക്ബീറും. പക്ഷെ അതെങ്ങനെ ഒരാൾ ചൊല്ലിക്കൊടുക്കലും ഏറ്റുചൊല്ലലൊക്കെ രീതിയായി മാറിയതാണ്. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എല്ലാവരും എന്തില്ല, ഒന്നിച്ചത് ചൊല്ലുക. അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിന് സ്ത്രീകൾ ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഇതകൾ വന്നിരുന്നു. പ്രവാചകൻ പറഞ്ഞത് ആർത്തവമുള്ള സ്ത്രീകളാണെങ്കിൽ പോലും അവർ വരട്ടെ, എന്നിട്ട് നമസ്കാര സ്ഥലത്ത് അവർ മാറി നിൽക്കട്ടെ എന്നാണ്. നമസ്കാര സ്ഥലത്ത് ആർത്തവകാരികൾ ഇരിക്കരുത്. പള്ളികളാണെങ്കിൽ അവർക്ക് വരാൻ പറ്റൂല, പുറത്തുള്ള സ്ഥലമാണെങ്കിൽ അവർക്ക് പറ്റും.
എന്നിട്ട് അവർ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനകളിലും ആ പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലൊക്കെ അവർ പങ്കെടുക്കണം. സന്തോഷത്തിന് അവരും പങ്കെടുക്കണം. സ്വന്തം വസ്ത്രമില്ലാത്ത സ്ത്രീകൾ മറ്റൊരാളെ കൊണ്ട് കടം വാങ്ങിയിട്ട് വരട്ടെ എന്നൊക്കെ ഹദീസുകൾ കാണാം. അപ്പൊ അതുകൊണ്ട് കഴിയുന്ന സഹോദരിമാർ നമസ്കാരത്തിൽ പങ്കെടുക്കുക. അപ്പൊ 7 മണിക്ക് നാളെ കൃത്യം 7 മണിക്ക് പള്ളിയിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പെരുന്നാൾ നമസ്കാരം നടക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ നമ്മുടെ ഈ പള്ളിയിൽ സ്ത്രീകളുടെ ഭാഗത്ത് അവർക്ക് ചില സൗകര്യങ്ങൾക്ക് വേണ്ടി ഹൗലുമായി ബന്ധപ്പെട്ട ചില പണികൾ നടന്നു. അതേപോലെ റൂമും കുറച്ച് സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് അവിടെ ഒരു AC യും ആവശ്യമാണ്. ഏതാണ്ട് ഒരു 1.5 ലക്ഷത്തോളം ചെലവുണ്ട്. അത് നമ്മൾ ഈ കൊടുക്കുന്നത് നമുക്ക് പരലോകത്തുണ്ടാവും. അതൊക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ നാളെ മരിച്ചാൽ ഇന്ന് നമ്മുടെ കയ്യിലൊന്നും ഇല്ല. നമ്മുടെ കഫൻ പുടവക്ക് പോക്കറ്റില്ല എന്ന് പറയാറില്ല. കഫൻ പുടവക്ക് പോക്കറ്റില്ല. ഖബറിൽ പേഴ്സുമാര് കൊണ്ടുപോയിക്കൂല. അക്കൗണ്ട് ബുക്കൊന്നും അങ്ങോട്ട് വരില്ല. ഇന്ന് കൊടുത്തത് നാളെ ഉണ്ടാകും. അത് മനസ്സിൽ കണ്ട് നല്ല നിയത്തോടു കൂടി, പ്രത്യേകിച്ചും സഹോദരിമാരോട്, അവരും സഹോദരന്മാരും എല്ലാവരും ഒന്നിച്ച് ആ ഒരു സംഖ്യ കടമായി നമുക്ക് നിൽക്കരുത്. നമ്മളെല്ലാവരും ഏറ്റെടുക്കുക. നമ്മുടെ പരലോക ഭാവിക്ക് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ഇഖ്ലാസോട് കൂടി ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ റഹ്മാനായ റബ്ബ് അവന്റെ മഹലായ ഫദ്ല് കൊണ്ട് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെ സ്നേഹിച്ച് വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ പലരും ഇന്ന് ഖബറുകൾക്കുള്ളിലാണ്. അള്ളാഹു അവരുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു ഖബറിലേക്ക് സ്വർഗ്ഗ കവാടം തുറന്നു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, മക്കളുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്. അവരുടെ എല്ലാം ഖബറുകളെ അള്ളാഹു തആല സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, ഫിത്നകളിൽ നിന്ന്, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മയും മുസ്ലിം ഉമ്മത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم طيب ثراهم واجعل الجنة مأواهم. اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم لا تجعل الدنيا أكبر همنا ولا غاية قصدنا ولا مبلغ علمنا ولا إلى النار مصيرنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا ضالا إلا هديته ولا مبتلا إلا عافيته ولا كربا إلا نفسته ولا حاجة من حوائج الدنيا والآخرة إلا أتممتها بفضلك وإحسانك وتوفيقك يا أكرم الأكرمين. صلى الله على نبينا محمد.